या नबी या नबी या नबी या नबी या नबी या नबी या नबी। अस्सलामु अलैकुम वरहमतुल्लाह। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन व अला आलि सय्यिदिना मुहम्मद। अल्लाहुम्मा इग़फिर लना व लिवलिदैना व लिवालिदिना व लिमशायिखिना व लिअसातिज़िना व लितलामिज़िना व लिलमुस्लिमीना वल मुहस्सिनीना अस्सालिहीन അല്ലദീന തഖബ്ബലനാ ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മദ്രസത്തുൽ മദീനയിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, ഇവിടെ ഇനി നടക്കാനിരിക്കുന്നത് ഫലപ്രഖ്യാപനമാണ്. അഥവാ നോൺ സ്റ്റേജിന്റെ പരിപാടിയുടെ ഫലപ്രഖ്യാപനമാണ് ആദ്യം നടക്കാനിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി നമ്മുടെ നോൺ സ്റ്റേജിന്റെ പരിപാടികൾ നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ആരുടെ മുന്നിലും നമുക്ക് സമർപ്പിക്കാം. കാരണം കോവിഡ്-19 പശ്ചാത്തലത്തിൽ അതിന്റെ പ്രോട്ടോക്കോളുകളൊക്കെ 100% നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. കൂടിക്കലലുകളോ അതുപോലെ തന്നെ കുട്ടികളുടെ പേപ്പറുകൾ വളരെ സേഫായ രീതിയിൽ ചില കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അതൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ മൂല്യനിർണ്ണയം നടത്തി 2-3 ആളുകളൊക്കെ ഇരുന്ന് തിരിച്ചും മറിച്ചും ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വിശകലനം നടത്തി തന്നെയാണ് മാനദണ്ഡങ്ങൾ. അൽഹംദുലില്ലാഹ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓഫ്ലൈൻ കാലഘട്ടത്തിൽ നാം ചെയ്തിരുന്ന അതേ പോയിന്റോടെ തന്നെ നമുക്ക് ഈ ഓൺലൈനിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വലിയൊരു യാഥാർത്ഥ്യം, വലിയൊരു ആശ്വാസം നൽകുന്നതാണ്. ഞാൻ പരത്തി പറയുകയാണ്. നോൺ സ്റ്റേജിന്റെ പരിപാടിയിൽ നമുക്ക് ആ കുട്ടികൾക്ക് നൽകിയിരുന്നത് കിഡ്ഡീസിന് അഥവാ 1-2 ക്ലാസ്സുകളാണ് കിഡ്ഡീസ്. അവർക്ക് അറബി കയ്യെഴുത്തായി. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വരുന്നൊരു അപാകത, ചില അക്ഷരങ്ങളെങ്കിലും കൂട്ടി എഴുതുന്ന സമയത്ത് അക്ഷരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, രൂപവ്യത്യാസങ്ങൾ നമ്മുടെ മക്കൾ കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് ഈ മത്സരത്തിൽ മനസ്സിലാക്കുന്നത്. ഇത്യാദി കുറവുകളൊക്കെ നമ്മളൊക്കെ അറിയാൻ കൂടിയാണ് നമ്മളിങ്ങനെ മത്സരത്തിൽ. അധ്യാപകരായ ഇപ്പൊ അധ്യാപകരെക്കാൾ കൂടുതൽ രക്ഷിതാക്കളായ നിങ്ങളും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ രക്ഷിതാക്കൾ രക്ഷിതാക്കളാണ്. 24 അവർ മക്കൾ കയ്യിലാണുള്ളത്. ഞങ്ങൾക്ക് ഇടപെടുന്നതിനും പറഞ്ഞു മനസ്സിലാക്കുന്നതിനും പരിമിതികളുണ്ട്. അപ്പൊ ചില അക്ഷരങ്ങൾ കുട്ടി എഴുതുമ്പോൾ വരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ ചില അക്ഷരങ്ങൾ ആ അക്ഷരത്തിൽ മറ്റ് ചില അക്ഷരങ്ങൾ മുട്ടി വരാൻ പാടില്ല, ചേർന്ന് വരാൻ പാടില്ല. ആ അക്ഷരങ്ങളൊക്കെ ഇപ്പോഴും ചില കുട്ടികൾക്ക് സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ആപേക്ഷികമായി നല്ല രീതിയിൽ തന്നെയാണ് നോൺ സ്റ്റേജിലെ പരിപാടിയിലുള്ള കിഡ്ഡീസിന്റെ 1-2 ക്ലാസ്സിന്റെ അറബി കയ്യെഴുത്തുണ്ടായിരുന്നത്. മത്സരാർത്ഥികൾ ആരാണ് ഫസ്റ്റ്, ആരാണ് സെക്കൻഡ്, തേർഡ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ശേഷം ജൂനിയറിന്റെ ഇതേ നോൺ സ്റ്റേജിന്റെ പരിപാടി ആദ്യമുള്ള ജൂനിയർ അഥവാ 3, 4, 5, 6 ക്ലാസ്സുകളാണ് ജൂനിയർ. അവർക്ക് അറബി മലയാളം കയ്യെഴുത്താണ് കൊടുത്തിരിക്കുന്നത്. 10 മിനിറ്റ്. അറബി മലയാളം കയ്യെഴുത്ത് എന്ന് പറഞ്ഞാൽ മലയാളം അവർക്ക് നൽകിയിട്ട് അത് അറബി മലയാളം ആക്കാനാണ് ഉദ്ദേശം. അല്ലാണ്ട് അറബി മലയാളത്തില് ഒരു ചാപ്റ്റർ നൽകിയിട്ട് അത് അതേപോലെ എഴുതിയെടുക്കാനായിരുന്നില്ല. കാരണം അറബി മലയാളം നൽകിയിട്ട് അത് അറബി മലയാളമാക്കാൻ വേണ്ടി അവരുടെ ആവശ്യപ്പെടുമ്പോൾ ഒരർത്ഥത്തിൽ 2 പരീക്ഷ ഈ മലയാളത്തിൽ അറബി മലയാളത്തിലേക്ക് ആക്കണം. നന്നായി പരിശ്രമിച്ചുള്ള കുട്ടികൾക്ക് തന്നെ ഈ തെറ്റുകൂടാതെ എഴുതാൻ കഴിയുള്ളൂ. കാരണം അതിന് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ പല പരിപാടികളും ക്ലാസ്സുകളും നടത്താറുണ്ട്. ഇതുപോലെ മലയാള വാക്കുകൾ നൽകിയിട്ട് അറബി മലയാളമാക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടാറുണ്ട്.
മുതിർന്ന ക്ലാസ്സുകളൊക്കെ നന്നായി അറിയാം, അത് ഉപയോഗപ്പെടുത്താറുണ്ട്. അൽഹംദുലില്ലാഹ് ജൂനിയറിന്റെ വിഷയത്തില് അറബി മലയാളമാക്കിയതിൽ വേണ്ട തൃപ്തി വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാറുള്ളത്. കാരണം അറബി മലയാളം എന്നാൽ നമ്മുടെ ഒരു ഭാഷ, അതൊരു രഹസ്യ ഭാഷയാണ്. ഈ അറബി മലയാളത്തിലാണ് നമ്മുടെ മദ്രസ പുസ്തകങ്ങളൊക്കെ ഇസ്ലാമിക ഖുർആൻ ഒഴികെയുള്ള ഏകദേശം 8ാം ക്ലാസ് വരെ വരുന്ന പുസ്തകങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഷയാണ്. ഒരു കാലത്ത് ഒരുപാട് മാസികകൾ വരെ അറബി മലയാളത്തിലുണ്ടായി. അറബി മലയാളത്തിൽ നമ്മൾ അതിന്റെ അക്ഷരങ്ങളൊക്കെ തുടങ്ങി പഠിക്കുന്നത് തന്നെ ഇത്യാദി വിഷയങ്ങൾ ചോദിച്ചാണ്. ഇപ്പോഴും കുറെ പുസ്തകങ്ങൾ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളെ കുറിച്ചൊക്കെ ധാരാളം പുസ്തകങ്ങൾ അറബി മലയാളത്തിൽ വായിക്കാൻ കഴിയും. കാരണം അറബി മറ്റ് മനസ്സിലാക്കാത്തവർക്കും ഇത് മലയാളം പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഷയാണ് അറബി മലയാളം. അതുകൊണ്ടാണ് അതിന് മുൻതൂക്കം നൽകിയിട്ട് നമ്മൾ ആ മത്സര പരിപാടിയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഏതായാലും ജൂനിയറിന്റെ അറബി മലയാളം കൈവഴിട്ട് ഒന്നുകൂടി ലെവലാവേണ്ടതുണ്ട്. അപേക്ഷിതമായി ഉള്ളതിൽ വെച്ച് ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാണ് ക്ഷമയോടെ കാത്തിരിക്കുക. അതുപോലെ അറബി മലയാളം കൈയെഴുതി സീനിയറിന് അഥവാ 7, 8, 9, 10 +1 +2 സോറി സീനിയറിന്റെ ഖിറാഅത്താണ് കൈയെഴുത്ത്. അവരുടെ കൈയെഴുത്ത് ഖിറാഅത്തില് 3 മിനിറ്റാണ് അവർക്ക് നൽകിയത്. സീനിയറിന്റെ മത്സര പരിപാടികളുടെ വിഷയം പറയാം. ഖിറാഅത്ത് സീനിയറിന്റെ നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ സ്തബ്ധനായി എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറായി നല്ല രീതിയിൽ ഇപ്പൊ ആരും തമ്മിൽ ഒരു ബന്ധമില്ല. എത്രത്തോളം പറഞ്ഞാൽ 2ാം ക്ലാസ്സിലുള്ള കുട്ടികളെ ഞാൻ നോക്കുന്നുണ്ട്. ആ 2ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഖിറാഅത്തിന്റെ അവിടുത്തെ പോലും സീനിയർ തലത്തിലേക്ക് എത്തിയ കുട്ടികളുടെ ഖിറാഅത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാവുകയാണ്, യാഥാർത്ഥ്യമാണ്. ഈ കുട്ടികളൊക്കെ വളരെ നന്നായി ഖുർആൻ ഓതിയിരുന്നവരാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഉപയോഗത്തിന്റെ കുറവ് തന്നെ. കാരണം 7ാം ക്ലാസ്സോടുകൂടെ മദ്രസാ തലത്തിൽ ഖുർആൻ അവസാനിക്കുന്നുണ്ട്. അപ്പൊ അത് അവസാനിച്ചതിന് ശേഷം ഈ കുട്ടികളും ഖുർആനും തമ്മിൽ വേണ്ട ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയം രക്ഷിതാക്കളുടെ ഗൗരവത്തോടുകൂടെ തന്നെ കണക്കിലെടുക്കുക. നമ്മുടെ മക്കളെ ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടാവില്ല. ആ ഖുർആൻ ഓതുമ്പോൾ തന്നെ അതിൽ അവർക്ക് വരുന്ന സംശയങ്ങൾ അവർ നോട്ട് ചെയ്യും. അറിയാത്ത ഉസ്താദ്മാർ ചോദിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ അവരോട് പറയാറുണ്ട്. പക്ഷെ അത് അവർ ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ ലേശം പിന്നിലാണ്. ആ ഒരവസ്ഥ മാറ്റം അവർക്ക് ഏതായാലും ഉണ്ടാവും. ഭാവിയിലെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം. അപ്പോ ആപേക്ഷികമായി നോക്കുമ്പോൾ ആ ഖുർആന്റെ സീനിയറിന്റെ ഖുർആൻ വളരെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വോയിസ് പ്രസംഗിക്കുന്നില്ല. ആരൊക്കെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് ഇൻഷാ അല്ലാഹ് വഴിയെ പറയും. ഓക്കെ. അതുപോലെ തന്നെ നോൺ സ്റ്റേജിന്റെ പരിപാടി പെൺകുട്ടികൾക്ക് ചില മത്സരങ്ങൾ കിഡ്സ് നേരത്തെ പറഞ്ഞതുപോലെ 1-2 ക്ലാസ്സുകാരാണ്. അവർക്ക് അറബി കൈയെഴുത്ത് ശരിയായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷെ അപേക്ഷികമായി പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ ഒന്നുകൂടി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അറിയാതെ. അതുപോലെ തന്നെ കിഡ്സ് ചെറിയ മക്കളാണല്ലോ, അവർക്ക് ഒരു വിഷയം കൂടി നൽകി കഥ പറയാം. 3 മിനിറ്റ് കൊടുത്ത് 3 മിനിറ്റിനുള്ളിൽ ഒന്നിലൊന്ന് കഥ പറയാം.
മത്സര പരിപാടികൾ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ടാണ് ഇത് മനസ്സിലായത്. കാരണം നമ്മുടെ മുതിർന്ന മക്കൾക്ക് വളരെ ആവേശത്തോടു കൂടെ അതിന് പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആംഗ്യം, അതുപോലെ തന്നെ ഭാഷാശുദ്ധി, വസ്ത്രധാരണം തുടങ്ങി ആശയം ഇതെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ ഏകദേശം ആ വിഷയങ്ങളൊക്കെ വളരെ 100 എന്ന് പറഞ്ഞാൽ തെറ്റാവാത്ത രീതിയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ ചില മക്കളെങ്കിലും പരിപാടി വളരെ ഭംഗിയായിട്ടാണ്. അതിൽ ആരാണ് സെക്കൻഡ് തേർഡ് ശേഷം നിങ്ങൾ അറിയാൻ. അതുപോലെ പെൺകുട്ടികളുടെ ജൂനിയർ 3, 4, 5, 6 ക്ലാസ് അറബി കയ്യെഴുത്ത് കൊടുക്കുന്നു. 15 മിനിറ്റ് അറബി കയ്യെഴുത്ത്. അൽഹംദുലില്ലാഹ് കയ്യെഴുത്ത് മോശമില്ലാത്ത രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു തീരെ ശരിയല്ലാത്ത ആളുകൾ മറ്റേ മോശമായി എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത രീതിയിലൊക്കെ ഏകദേശം ആളുകളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. സന്തോഷം. ആരാണ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ജൂനിയറിന് ചിത്രരചന 1 മണിക്കൂർ സമയം ചിത്രരചന, അഥവാ കുട്ടികളുടെ മനസ്സിലുള്ള ആശയങ്ങളെ വരയിലൂടെ അത് പ്രകടമാക്കാനുള്ള ഒരവസരം. അതാണല്ലോ ചിത്രരചന. പ്രകൃതിയുടെ ഭംഗി ആയിരുന്നു. മോശമല്ലാത്ത രീതിയിലാണ് ചിത്രരചനയും വളരെ ഭംഗിയിൽ ഉഷാറായി ഒരുവിധമുള്ള ആളുകളൊക്കെ 1-2 ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ നല്ല രൂപത്തിലായിട്ടുണ്ടായിട്ടുണ്ട്. ആപേക്ഷികമായി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് നമ്മൾ കണക്കാക്കാനാണ്. ഫസ്റ്റൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ വിഷയങ്ങളും വീടും പരിസരവും തെങ്ങും അതുപോലെ തന്നെ വൃക്ഷങ്ങളും അപ്പുറത്ത് അരുവികളും അതോടൊപ്പം തന്നെ അവിടെ കൃഷി നടത്തുന്നു. കൃഷിയിൽ തന്നെ നെൽകൃഷിക്ക് വലിയ സ്ഥാനം ഇസ്ലാം പറയാൻ സ്ഥാനം നൽകിയതാണ് കൃഷിയൊക്കെ. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റിനാണ് നമ്മൾ ഫസ്റ്റ് കണക്കാക്കുന്നത്. അതുപോലെ അനുബന്ധമായിട്ടുള്ള 2ാം സ്ഥാപനത്തിൽ മറ്റൊന്ന്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ഫസ്റ്റ്, ഏതാണ് സെക്കൻഡ്, ഏതാണ് തേർഡ് എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ചിത്രരചന സീനിയറിന്റെ ജൂനിയറിന്റെ വിഷയങ്ങളൊക്കെ സീനിയറിന്റെ അഥവാ 7, 8, 9, 10, +1, +2 ഈ ക്ലാസ്സുകൾ അറബി മലയാളം കൈകാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ആവർത്തിക്കേണ്ടതില്ല. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവർക്ക് കുറച്ചുകൂടി പ്രയാസമുള്ള വേർഡ്സുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ വരുന്ന പുതിയ വേർഡ്സുകൾ അത് ഒരളവോളം ജൂനിയറിനെ അപേക്ഷിച്ച് സീനിയർ വളരെ ഉഷാറാക്കി എഴുതിയിട്ടുണ്ട്. പറയത്തക്ക തെറ്റുകളൊന്നും ഇല്ലാതെ ഫസ്റ്റും സെക്കൻഡും തെരഞ്ഞെടുത്തതിൽ ഒരു വലിയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വലിയ തെറ്റുകളൊന്നും ഇല്ലാതെ എല്ലാ ആളുകളും വളരെ ഭംഗിയായിട്ട് തന്നെ ആ കാര്യം അവര് അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാണ് സെക്കൻഡ് അതുപോലെ സീനിയറിന്റെ ജൂനിയറിന്റെ ഖിറാഅത്തിനേക്കാളും മോശം. സീനിയർ ആകുമ്പോൾ അത്യാവശ്യം പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ള. ഞാൻ എപ്പോഴും പറയാറുള്ളത് മുതിർന്ന ക്ലാസ്സുകാരായ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് ഓടി കൊടുക്കണമെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ ആ പറഞ്ഞ വാക്ക് മടക്കിയെടുക്കണമെന്ന് ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകാർ താഴെയുള്ള ക്ലാസ്സുകാർക്ക് ഓടി കൊടുക്കരുത്. അത്രമാത്രം ഖിറാഅത്തിന്റെ വിഷയത്തിൽ പിന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പറയാതിരിക്കാതെ എന്നിരുന്നാലും ആപേക്ഷികമായിട്ട് 4-5 ആളുകൾ ഒരുവിധം അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയിൽ അവര് വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
എന്നാലും സന്തോഷമുണ്ട്. ആ ഖിറാഅത്ത് കേട്ടാൽ മനസ്സിലാക്കാം അവര് വീട്ടിലുള്ളത് നന്നായി ഖുർആൻ എല്ലാ നിയമങ്ങളും പാലിച്ചു നേരത്തെ ജലീലിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ സൂചിപ്പിക്കുകയാണ്. ഖിറാഅത്ത് അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത് എങ്ങനെയെങ്കിലും ഓതിയാൽ ഖുർആൻ ആവില്ല എന്ന് മാത്രമല്ല, നമുക്ക് കുറ്റം കിട്ടും. ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങേണ്ടതിന് പകരം ഖുർആൻ ഓതിയിട്ട് നമ്മൾ കുറ്റക്കാരായി മാറുന്നത് അത് വലിയൊരു നഷ്ടമല്ലേ? ഖുർആൻ തജ്വീദിന്റെ നിയമപ്രകാരമാണ് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. അത് ആ തജ്വീദിന്റെ നിയമപ്രകാരം തന്നെ നമുക്ക് ഓതാനും പറ്റുള്ളൂ. والخلف التجويد يعتم اللازم من لم يجوid القرآن آثم. ഖുർആൻ തജ്വീദിന്റെ നിയമപ്രകാരം ഓതൽ നിർബന്ധമാണ്. എന്താ കാരണം? لأنه فيه بلاغ وانزل وهكذا منه إلينا وصل. കാരണം ആ തജ്വീദിന്റെ നിയമപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഖുർആൻ ആക്കിയിട്ടുള്ളത് എന്നതാണ് കാരണം. അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും സൂചിപ്പിക്കാനുണ്ട്, ഖുർആനിന്റെ വിഷയത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ജൂനിയർ സീനിയർ ഒക്കെ നന്നായി ശ്രദ്ധിക്കണം. ശാരീരികത്തോടു കൂടെ എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാഹ് വളരെ ചെറിയ മക്കളാണ്, 2ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഖുർആൻ മത്സരം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായി ഞാൻ ആഗ്രഹിച്ചു. അവരൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഗ്രൂപ്പിലും സീനിയറിന്റെ ഓരോ ഗ്രൂപ്പിലും ഇൻഷാ അല്ലാഹ് 2ാം ക്ലാസ്സുകാരുടെ ഖിറാഅത്തിന്റെ വോയിസ് എടുക്കാൻ പോവാണ്. കാരണം ഇത് പഠിച്ചാൽ പഠിയാത്ത സംഗതിയൊന്നുമില്ല. വളരെ ഭംഗിയായ രീതിയിൽ 2ാം ക്ലാസ്സുകാരായ ആളുകളെ ഖുർആനോട് ഓരോ ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി തെറ്റിപ്പിക്കുന്നില്ല. ഓരോരുത്തരുടെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ വളരെ വിശദമായി ശേഷം നിങ്ങൾ അറിയാം. ഇത്രയും നേരം പറഞ്ഞിട്ട് ആരാണ് ഫസ്റ്റ്, ആരാണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത്. അത് ജിജ്ഞാസയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വഴുകാതെ അതിന്റെ ടെസ്റ്റ് നമ്പറുകളും അതിന്റെ ഉടനെ തന്നെ പ്രഖ്യാപിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളൊരു നമ്മുടെ മദ്രസയുടെ സെക്രട്ടറിയാണ്. അതോടൊപ്പം നമ്മളെ മദ്രസയിൽ +2 തലം വരെ വളരെ ഭംഗിയായി നല്ല മാർക്കോടുകൂടെ പാസ്സായി ജില്ലയിലൊക്കെ ഫസ്റ്റ് വാങ്ങി. അൽഹംദുലില്ലാഹ് ഇന്നും ധീരമായി ദർസ് ഓതി പഠിച്ചു മുന്നോട്ട് പോകുന്നു. ഭൗതികപരമായി പഠിക്കുമ്പോഴും മതപരമായി പഠിക്കുന്നത് ഭൗതികതയ്ക്ക് എതിരാകുകയില്ല എന്ന് വെച്ചുകൊടുക്കുന്നുണ്ട്. ദർസ് പഠിക്കാനും സന്മനസ് കാണിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു അധ്യാപകന്റെ റോളിലാണ് ഈ ഓൺലൈൻ സമ്പ്രദായം നൽകുന്ന മുതൽ PS സാദിഖിന്റെ പ്രവർത്തനമുണ്ട്. അഥവാ ഞങ്ങളുടെ 2 ഉസ്താദുമാരുടെ 2 ഉസ്താദുമാരുടെ 12 ക്ലാസ്സുകളൊക്കെ പ്രയാസമാണ്. അപ്പോ മുതിർന്ന ക്ലാസ്സുകൾ തന്നെ വളരെ ഭംഗിയായി സാധിക്കാരി കൈകാര്യം ചെയ്യുന്നുണ്ട്. സംശയ വിഷയങ്ങൾ ചോദിച്ചു വളരെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ്. ശരിക്കും കമ്മിറ്റി സാലറി പറയാൻ പറ്റില്ല. കമ്മിറ്റിക്കാരനും പറഞ്ഞില്ല ഒരു സാലറി ആണെന്ന് പറയില്ല. ഏതായിരുന്നാലും ഇന്ത്യയിലേക്ക് എത്തിക്കട്ടെ. MSR സാറില്ലാതെ മാത്രമാണ്. പക്ഷെ MSR ആൾക്കാരൊക്കെ വന്നു പോയത് എനിക്കറിയാം. അവർക്ക് MSR മാത്രമേ ഉണ്ടായിരുന്നില്ല. കുട്ടികളിലേക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനുബന്ധമായ വിഷയങ്ങൾ ഇന്നലെ കഴിഞ്ഞ ലൈവിലെ വിഷയം പറഞ്ഞതുപോലെ
എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ ഭംഗിയായി കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് സംവിധാനിച്ചത് സാധിക്കില്ല. വളരെ നല്ല ഉണ്ടാകും യാതൊരു സംശയം. ഒരുപാട് തിരക്കുകളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ മദ്രസയുടെ ബാക്കിയുള്ള തിരക്കുകളൊക്കെ കാറ്റ് വെക്കുന്നത് അങ്ങനെ തന്നെയാണ് മറ്റുള്ള ആളുകൾ പ്രസിഡന്റ് സംബന്ധിച്ചിടത്തോളം റബീഉൽ പരിപാടി പറയുന്നതിന് ശേഷം ദിവസങ്ങളായിട്ട് ഓർക്കുക പോലും ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വർക്കുകൾ നടക്കുക, ടൈൽ വർക്കിൽ മറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വളരെ തിരക്കിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ ദുആ ചെയ്ത് ഇൻഷാഅല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പൊതുപരീക്ഷ പലരും ബേജാറായിരിക്കും. ഓൺ പ്രൊമോഷൻ പൊതുപരീക്ഷ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. മറ്റുള്ള ക്ലാസ്സുകാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, ഉറപ്പില്ലല്ലോ. ഒരു ക്ലാസ് ജയിച്ചു കിട്ടിയാൽ മതി. അതോടുകൂടെ നമുക്കത് ജയിച്ചാൽ പോരാ, നമുക്ക് സർട്ടിഫിക്കറ്റ് കൂടി വേണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓൾ പ്രൊമോഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആരും ബേജാറാവണ്ട. പൊതുപരീക്ഷ എഴുതി കഴിഞ്ഞു തുടർന്ന് നമ്മുടെ മദ്രസയിൽ പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അർഹതയുള്ളൂ എന്നത് വീണ്ടും അത് ഈ അടുത്തൊരു ദിവസം ശ്രദ്ധിച്ചു വന്ന് റേഞ്ചിന്റെ പ്രധാനപ്പെട്ട ആളുകളെ ഒരു ചെറിയ മീറ്റിംഗ് നടത്തിയാണ്. ആ മീറ്റിംഗിൽ പറഞ്ഞ വിഷയമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അർഹത ആ കുട്ടി പൊതുപരീക്ഷ കഴിഞ്ഞിട്ടും ഇവിടെ തുടരുന്നുണ്ടെങ്കിൽ മതി. പൊതുപരീക്ഷ എഴുതി പുറത്തിറങ്ങി ഒരു മോഡലാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവണ്ട. ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ മദ്രസ തുടങ്ങിയത് ചില പ്രത്യേക പശ്ചാത്തലത്തിലാണ് അറിയാം. ഞങ്ങൾക്ക് കുടുങ്ങിയതാണ്, സാഹചര്യം വന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരണം. ഓഫ്ലൈൻ ക്ലാസ് സ്ഥാനത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ് പക്ഷെ ഫലവത്താണെങ്കിൽ ഇന്നിപ്പോ പല ആളുകളും പരിശോധിച്ച് നോക്കുമ്പോ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം കുട്ടികൾ വേഷത്തിൽ മാറ്റം വന്നപ്പോൾ പറയും. കാരണം മദ്രസക്ക് വരുമ്പോ നമ്മൾ തൊക്കിയിട്ട് വെച്ചതുകൊണ്ട് അറിയില്ല. ഇപ്പൊ തലയുടെ മുകളിലൊക്കെ നിറച്ച മുറിയിൽ വളർന്നിട്ടായി എന്തൊക്കെയാണ് എനിക്ക് പറയാ. കുറെ എന്തൊക്കെയോ മോഹങ്ങളായിക്കോട്ടെ മരക്കത്തിന്റെ സാഹചര്യം തലങ്ങളിൽ ഇയാൾ ഇങ്ങനെ ചിന്തിച്ച് കുടിക്കണമായിട്ട് കുറെ ഭാഗം ചെത്തി കുറെ മുന്നിൽ നിർത്തി അങ്ങനെ ഒന്നും പാടില്ല. അത് നമ്മുടെ ശൈലിയല്ല. അള്ളാഹുവിന്റെ സ്വലാത്ത് ചെയ്യാൻ പാടില്ല. പറഞ്ഞു വരുന്നത് അത്ര വിഷയങ്ങളൊക്കെ മാറണം. കുട്ടികൾ ഒരുപാട് ഇതിലൊക്കെ മാറിയതോടെ കുട്ടികളും പല മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് സ്വഭാവത്തിന് മാറ്റമുണ്ട്, വീട്ടിലുള്ള പെരുമാറ്റങ്ങൾക്ക് മാറ്റമുണ്ട്, പുറമേയുള്ള പെരുമാറ്റങ്ങൾക്ക് മാറ്റമുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കുട്ടികളിൽ പലകളിലും പല നിലക്കുള്ള ന്യൂനതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അവസ്ഥ മാറി സാധാരണ നമ്മുടെ ആ ക്ലാസ് നടത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട അതുപോലെ മക്കളെ നിങ്ങൾ കാണുന്ന അതിന് ചില കാര്യങ്ങൾ ചെയ്യാം. പറഞ്ഞു വരുന്നത് പൊതുപരീക്ഷക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് മദ്രസയിൽ വന്നുകൊണ്ട് അത് ഏറ്റുവാങ്ങുക അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യും. അതോടൊപ്പം ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെയും സമ്മാനവും ഉണ്ട്. നോൺ സ്റ്റേജ് ആവട്ടെ അല്ലാത്ത പരിപാടികളാട്ടെ എല്ലാത്തിനും സമ്മാനം. ഇനി ഫലം പ്രഖ്യാപനത്തിന്റെ വിഷയത്തിൽ ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷം മാർക്കിന്റെയും ഹാജരാതിയുടെയും പ്രഖ്യാപനം. മറ്റു പ്രഖ്യാപിച്ചിട്ടില്ല. അതിന്റെ മുഖവില പറഞ്ഞതാണ്. അപ്പൊ അതിന് ചെറിയൊരു തീർത്ത് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ നമ്മള് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാറ് വാർഷിക പരീക്ഷയുടെ മാർക്ക് നോക്കിയിട്ടാണ്. പാദവാർഷികവും അർദ്ധവാർഷികവും വാർഷികവും കൂട്ടിയിട്ടല്ല. വാർഷിക പരീക്ഷയിൽ കുട്ടിക്ക് കിട്ടിയ മാർക്ക് അതിന്റെ മാറ്റം.
കാരണം പാദവാർഷിക പരീക്ഷയിൽ ഒരുപക്ഷെ മോശമായ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് അത് പരിശ്രമിച്ച് അവന്റെ പരിശ്രമത്തിലൂടെ ടോപ്പ് മാർക്കിലേക്ക് എത്താൻ അവൻ പരിശ്രമിക്കണമല്ലോ. അതിനാണ് രണ്ടാമത് പരീക്ഷ വെക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യരുടെ അങ്ങനെ പരിശ്രമിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പാദവാർഷിക പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയ ആള് അവന്റെ അനാസ്ഥ കൊണ്ട് അർദ്ധവാർഷികമാകുമ്പോഴേക്ക് കൊണ്ട് ഗ്രാഫ് താഴ്ന്നിട്ടുണ്ടാവും. മാർക്കിന്റെ ഗ്രാഫ് താഴ്ന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് സാധാരണ ചെയ്യാറ് ലാസ്റ്റ് പരീക്ഷ വാർഷിക പരീക്ഷ കണക്കാണെങ്കിൽ ഇത്തവണ കാരണം ഓൾ പ്രൊമോഷൻ വാർഷിക പരീക്ഷ നടന്നിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ നേരെ തൊട്ട് പിന്നിലുള്ള പരീക്ഷയാണ് അർദ്ധവാർഷിക മാർക്കാണ്. അപ്പൊ അത് മർദ്ദം കൂട്ടിയിട്ടില്ല, അർദ്ധം മാത്രം. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുക, അതിൽ ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും നമ്മൾ സമ്മാനം. അൽഹംദുലില്ലാഹ് ഇത്തവണയും ആരൊക്കെയാണ് ക്ലാസ്സുകാരുടെ പേര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശേഷം നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം. അതുപോലെ ഹാജറിന്റെ സിംബൽ അങ്ങനെ തന്നെ അർദ്ധവാർഷിക പരീക്ഷ അതുവരെയുള്ള ഹാജറാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റിനും സെക്കൻഡിനും നമ്മൾ പ്രത്യേകം സമ്മാനം കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ പേരും ശേഷം അറിയിക്കും എന്നുകൂടി തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ നിലക്കുള്ള പ്രയാസങ്ങളും മറ്റൊക്കെ എല്ലാ പ്രയാസങ്ങളും മോചനം രോഗങ്ങളും നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം കോവിഡ്-19 മഹാമാരി ഇതിൽ നിന്നൊരു പരിപൂർണ്ണ മോചനം പലരും നമ്മൾ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പല നിർമ്മാണങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു പൂർത്തിയാക്കാൻ കണ്ണേർ പോലത്തെ തരം പരിപാടികൾ ഈ വർഷത്തെ ഓൺലൈൻ ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ MPK മദ്രസയിലെ വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ ഓൺലൈൻ നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്ന് അറിയാം. അപ്പൊ മത്സരത്തിന്റെ ആകെ തുക, എങ്ങനെ മത്സരം നടന്നത്, ഏത് രീതിയിലായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മദ്രസ സുധർമ്മ നമ്മുടെ മഹല്ല് ഖത്തീബും നമ്മുടെ റേഞ്ചിലെ MRJM പ്രസിഡന്റും അതിലുപരി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനുമായ ബഹുമാനപ്പെട്ട AK ഇസ്മായിൽ അൽ ഹസനി ഉസ്താദ് നേരത്തെ നിങ്ങളെ അറിയിച്ചിരുന്നു. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ആ ഫലപ്രഖ്യാപനം നടത്തുക എന്ന് മാത്രമാണ്. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമാണ്. എല്ലാ വർഷവും ഉസ്താദ് തന്നെയാണ് പറയാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഉസ്താദ് ചില കാരണങ്ങളാൽ ആ ഒരു കർത്തവ്യം എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കും. ആദ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിവയുടെ ഫലപ്രഖ്യാപനമാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് നജ ഫാത്തിമ VN, സെക്കൻഡ് നൗഫ KA, തേർഡ് മൊയ്നുദ്ദീൻ CA. രണ്ടാം ക്ലാസ്സിൽ ഫസ്റ്റ് റിദ ഫാത്തിമ KR, സെക്കൻഡ് മുഹമ്മദ് മുസ്തഫ CU, തേർഡ് മുഹമ്മദ് മുസ്തഫ KM. മൂന്നാം ക്ലാസ് ഫസ്റ്റ് മുഹമ്മദ് അഫീഫ് MA,
ആൻഡ് മുഹമ്മദ് ഷാമിൽ PA. മൂന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 2 ഫസ്റ്റുകളുണ്ട്. സെക്കൻഡ് ഫർഹ ഫാത്തിമ PS. തേർഡ് അംജദ യാസ്മിൻ PJ. നാലാം ക്ലാസ് ഫസ്റ്റ് മിൻഹ ഫാത്തിമ KM. സെക്കൻഡ് റിൻഷ CA. തേർഡ് ഫാത്തിമ നസ്വ PN. അഞ്ചാം ക്ലാസ് ഫസ്റ്റ് മുഹമ്മദ് ഫായിസ് TH. സെക്കൻഡ് അംജദ് അലി PJ ആൻഡ് ഇബ്രാഹിം PB. 2 സെക്കൻഡുകളാണ് ഉള്ളത്. തേർഡ് നജ ഫാത്തിമ KA. അടുത്തത് കഴിഞ്ഞ വർഷത്തെ 6ാം ക്ലാസ് ഫസ്റ്റ് ദിൽഷ അഷ്റഫ് CA. സെക്കൻഡ് അനസ് KH. തേർഡ് മുഹമ്മദ് ഹാഷിർ CS. 7ാം ക്ലാസ് ഫസ്റ്റ് ഫാഹിമ ഷെറിൻ PA. സെക്കൻഡ് അൻസില NA. തേർഡ് ഷാഹുൽ ഹമീദ് KK. 8ാം ക്ലാസ് ഫസ്റ്റ് ലംഷിയ PJ. സെൽവ VS ആൻഡ് റനീഷ PA. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ 3 ഫസ്റ്റുകളുണ്ട്. സെക്കൻഡ് റിൻഷ നസ്രീൻ PR ആൻഡ് റസ്നീന PA. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ 2 സെക്കൻഡുകളുണ്ട്. തേർഡ് അഫ്സൽ KM. 9ാം ക്ലാസ് ഫസ്റ്റ് സിമിന PS. സെക്കൻഡ് മൂസ PB. തേർഡ് ഷഹീർ ഖാൻ CA. 10ാം ക്ലാസ് ഫസ്റ്റ് സഹല തസ്നീം CA. സെക്കൻഡ് റംഷിദ PA. തേർഡ് മുഹമ്മദ് ഷിബിൽ PB. +1 ക്ലാസ് ഫസ്റ്റ് ഷഹന ഷെറിൻ KK. സെക്കൻഡ് റഹ്മത്ത് PB. തേർഡ് ഷെമീജ VB. കഴിഞ്ഞ വർഷം +2 ഇല്ലാത്തതിനാൽ +2ന്റെ ഫലപ്രഖ്യാപനം ഇല്ല. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ 1 മുതൽ +1 വരെയുള്ള ക്ലാസ്സുകളിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫലപ്രഖ്യാപനങ്ങൾ. ഇത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊല്ല പരീക്ഷ ഉണ്ടായിരുന്നില്ല, ഓൾ പ്രൊമോഷൻ ആയിരുന്നു. ആയതുകൊണ്ട് നമ്മൾ അർദ്ധവാർഷിക പരീക്ഷയുടെ മാർക്ക് കണക്കിലെടുത്തിട്ടുള്ള ഫസ്റ്റ് സെക്കൻഡ് തേർഡുകളാണ് ഇത്. അടുത്തതായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഹാജറിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നീ സ്ഥാനങ്ങളുടെ ഫലപ്രഖ്യാപനമാണ്. 1ാം ക്ലാസ് ഫസ്റ്റ് മൊയ്നുദ്ദീൻ CA. സെക്കൻഡ് മുഹമ്മദ് അസ്ലഹ് PA. 2ാം ക്ലാസ് ഫസ്റ്റ് മുഹമ്മദ് സിനാൻ PM. സെക്കൻഡ് മുഹമ്മദ് മുസ്തഫ KM. 3ാം ക്ലാസ് ഫസ്റ്റ് മുഹമ്മദ് അഫീഫ് MA. സെക്കൻഡ് ഫിദ നസറിൻ CA. 4ാം ക്ലാസ് ഫസ്റ്റ് മിൻഹ ഫാത്തിമ KM. സെക്കൻഡ് റിൻഷ CA. 5ാം ക്ലാസ് ഫസ്റ്റ് നജ ഫാത്തിമ KA. സെക്കൻഡ് ഷിഫാന CA. 6ാം ക്ലാസ് ഫസ്റ്റ് ദിൽഷ അഷ്റഫ് CA. സെക്കൻഡ് ഷഹീർ TA. 7ാം ക്ലാസ് ഫസ്റ്റ് അൻസില NA. സെക്കൻഡ് ഷജീന VB. 8ാം ക്ലാസ് ഫസ്റ്റ് സെൽവ VS. സെക്കൻഡ് ലംഷിയ PJ. 9ാം ക്ലാസ് ഫസ്റ്റ് ഷഹീർ ഖാൻ CA. സെക്കൻഡ് മൂസ PB. 10ാം ക്ലാസ് ഫസ്റ്റ് റംഷിദ PA.
സെക്കൻഡ് മുബാറക് PM ആൻഡ് മുഹമ്മദ് ഷിബിൻ PB. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ 2 സെക്കൻഡാണ് ഹാജറിന് ഉള്ളത്. +2 ക്ലാസ് ഫസ്റ്റ് റഹ്മത്ത് PB ആൻഡ് ഷമീജ PB. കഴിഞ്ഞ വർഷം +2-വിൽ 2 ഫസ്റ്റ് ആണ് ഹാജറിനുള്ളത്. സെക്കൻഡ് ഷഹന ഷെറിൻ KK. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഹാജറിൽ ഫസ്റ്റ്, സെക്കൻഡ് എന്നീ സ്ഥാനങ്ങൾ ഉള്ളത്. ഹാജറിൽ തേർഡ് ഉണ്ടാവാറില്ല. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അർദ്ധവാർഷികം വരെയുള്ള ഹാജറാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളത്. അടുത്തതായി പ്രഖ്യാപിക്കാൻ പോകുന്നത് എല്ലാ വിദ്യാർത്ഥികളും വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന റിസൾട്ടാണ്. അതായത് ഈ വർഷത്തെ നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനമാണ് അടുത്തതായി അറിയിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. ആദ്യമായി അറിയിക്കുന്ന റിസൾട്ട് കിഡ്ഡീസ് വിഭാഗം അറബി കയ്യെഴുത്ത് പെൺകുട്ടികൾ. ഫസ്റ്റ് ചെസ് നമ്പർ A21 A21 ഹന ഫാത്തിമ KM. ക്ലാസ് 2. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ A22 A22 നജ ഫാത്തിമ VN. ക്ലാസ് 2. തേർഡ് ചെസ് നമ്പർ A23 A23 നൗഫ KA. ക്ലാസ് 2. അടുത്തത് ജൂനിയർ വിഭാഗം അറബി കയ്യെഴുത്ത് പെൺകുട്ടികൾ. ഫസ്റ്റ് ചെസ് നമ്പർ A51 A51 മിൻഹ ഫാത്തിമ KM. ക്ലാസ് 5. സെക്കൻഡ് ചെസ് നമ്പർ A53 A53 ഫാത്തിമ നസ്വ PN. ക്ലാസ് 5. തേർഡ് ചെസ് നമ്പർ A52 A52 റിൻഷ CA. ക്ലാസ് 5. അടുത്തത് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ അറബി മലയാളം കയ്യെഴുത്ത് മത്സരത്തിന്റെ റിസൾട്ടാണ്. ഫസ്റ്റ് ചെസ് നമ്പർ A1005 ഷഹന ഷെറിൻ KK. ക്ലാസ് +2. സെക്കൻഡ് ചെസ് നമ്പർ A1002 സഹല തസ്നിം CA. ക്ലാസ് +1. തേർഡ് ചെസ് നമ്പർ A95 സൽവ VS. ക്ലാസ് 9. റിസൾട്ട് പ്രഖ്യാപനം തുടരുന്നു. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് കിഡ്ഡീസ് വിഭാഗം ആൺകുട്ടികളുടെ അറബി കയ്യെഴുത്ത് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനമാണ്. ഫസ്റ്റ് ചെസ് നമ്പർ B22 B22 മുഹമ്മദ് അസ്ലഹ് PA. ക്ലാസ് 2. സെക്കൻഡ് B15 B15 ഇബ്രാഹിം ബാദുഷാ AM. ക്ലാസ് 1. തേർഡ് ചെസ് നമ്പർ B13 B13 മുഹമ്മദ് തമീം KM. ക്ലാസ് 1. റിസൾട്ട് പ്രഖ്യാപനം തുടരുന്നു. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ അറബി മലയാളം കയ്യെഴുത്ത് മത്സരത്തിന്റെ റിസൾട്ടാണ്. ഫസ്റ്റ് ചെസ് നമ്പർ B47 B47 മുഹമ്മദ് മുസ്തഫ CA. ക്ലാസ് 4.
സെക്കൻഡ് ചെസ് നമ്പർ ബി 55 ബി 55 അബ്ദുറഹ്മാൻ സി കെ ക്ലാസ് 5. തേർഡ് ചെസ് നമ്പർ ബി 41 ബി 41 മുഹമ്മദ് അഫീഫ് എം എ ക്ലാസ് 4. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഖിറാഅത്ത് മത്സരത്തിന്റെ റിസൾട്ട് ആണ്. ഫസ്റ്റ് ചെസ് നമ്പർ ബി 91 ബി 91 അഫ്സ്വൽ കെ എം ക്ലാസ് 9. സെക്കൻഡ് ചെസ് നമ്പർ ബി 85 ബി 85 ഷാഹുൽ ഹമീദ് കെ ക്ലാസ് 8. തേർഡ് ചെസ് നമ്പർ ബി 83 ബി 83 ബിഷാൻ സി എ ക്ലാസ് 8. നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം തുടരുന്നു. അടുത്തതായി അറിയിക്കുന്നത് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ചിത്രരചന മത്സരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിത്രരചന മത്സരം വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു എല്ലാ വിദ്യാർത്ഥിനികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വരക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മത്സരമാകുമ്പോൾ അതിന്റെ രീതിയിൽ സെലക്ട് ചെയ്യണം. ഏതായാലും അതിനെ ദീർഘിപ്പിക്കാതെ റിസൾട്ടിലേക്ക് കിടക്കുന്നു. ഫസ്റ്റ് ചെസ് നമ്പർ എ 51 എ 51 മിൻഹ ഫാത്തിമ കെ എം ക്ലാസ് 5. സെക്കൻഡ് ചെസ് നമ്പർ എ 31 എ 31 നാജിയ കെ എ ക്ലാസ് 3. തേർഡ് ചെസ് നമ്പർ എ 33 എ 33 ദിൽഷിയ കെ എസ് ക്ലാസ് 3. ഇതിൽ പ്രത്യേകം ജഡ്ജ്മെന്റ് പാനലിൽ നിന്നും അറിയിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ഈ മത്സരത്തിന്റെ നമ്മുടെ ഈ മത്സരത്തില് ചിത്രരചനാ മത്സരത്തിൽ വിഷയം കൊടുത്തിരുന്നത് പ്രകൃതി ഭംഗിയായിരുന്നു. പ്രകൃതി ഭംഗി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഓടി വരുന്നത് ഒരു ഗ്രാമം പ്രദേശം അല്ലെങ്കിൽ ഒരു വീട്, അതിന്റെ ചുറ്റുമുള്ള പച്ചപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം മിക്കവാറും, അല്ലെങ്കിൽ ആ രീതിയിലാണ്. പ്രകൃതി പറയുമ്പോൾ നമുക്ക് വരയ്ക്കാൻ ധാരാളം. പ്രകൃതി ഈ ഒരു പച്ചപ്പിലോ മറ്റോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രകൃതി പല രീതിയിൽ നമുക്ക് പ്രകൃതിയെ വർണ്ണിക്കാൻ കഴിയും. പക്ഷേ മിക്ക കുട്ടികളും നമ്മൾ സാധാരണ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാമഭംഗിയായിരിക്കും കൂടുതലും എല്ലാവരും പെട്ടെന്ന് കടന്നു വരിക. അപ്പൊ മിക്ക കുട്ടികളും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ പ്രത്യേകം പറയാനുള്ളത് പ്രകൃതി ഭംഗി എന്ന് പറയുമ്പോൾ ഗ്രാമഭംഗി മാത്രമല്ല, പ്രകൃതി ധാരാളം കാര്യങ്ങളുണ്ട്. പ്രകൃതി ഭംഗി എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള ഏതൊരു കാര്യവും എടുത്താൽ അതിന്റെ ഭംഗി നമുക്ക് ചിത്രത്തിലൂടെ വരയ്ക്കാൻ കഴിയും. പക്ഷെ ചെറിയ കുട്ടികളാണെങ്കിൽ എങ്കിലും നിങ്ങൾക്ക് തന്ന ആ വിഷയം നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മത്സരമായതുകൊണ്ടാണ് ഈ രീതിയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചെസ് നമ്പർ എ 51 ഫസ്റ്റ് പ്രൈസ്. ആ വിദ്യാർത്ഥിനി പ്രകൃതി ഭംഗി എന്ന വിഷയത്തിൽ കുട്ടികളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളിൽ കൃഷി ചെയ്യുന്ന ആളുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞു എന്നാണ് ജഡ്ജ്മെന്റ് പാനലിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ എ 31 അറിയിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ തേർഡ് പ്രൈസ് കിട്ടിയ എ 33 അറിയിച്ചത് ഒരു കുട്ടിയുടെ കണ്ണിലൂടെ മികച്ചതായി വരച്ചിട്ടുണ്ട് എന്നാണ് ജഡ്ജ്മെന്റ് പാനലിൽ നിന്നും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇനി അറിയിക്കാനുള്ളത് വെറും 2 മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം മാത്രമാണ്.
അറിയിക്കാൻ പോകുന്നത് അടുത്തത് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഖിറാഅത്ത് മത്സരത്തിന്റെ റിസൾട്ടാണ്. ഫസ്റ്റ് ചെസ് നമ്പർ A 1001 A101 റംഷിദ PA ക്ലാസ് +1. സെക്കൻഡ് ചെസ് നമ്പർ A 102 A102 സഹല തസ്നീം CA ക്ലാസ് +1. തേർഡ് ചെസ് നമ്പർ A 105 A105 ഷഹന ഷെറിൻ KK ക്ലാസ് +2. ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ നോൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനത്തിൽ ഇനി അറിയിക്കാനുള്ളത് ആകെ ഒരു മത്സരത്തിന്റെ റിസൾട്ട് കൂടിയാണ്. അത് കിഡ്സ് വിഭാഗം പെൺകുട്ടികളുടെ കഥ പറയൽ മത്സരമാണ്. വളരെ സന്തോഷം, കാരണം കിഡ്സ് വിഭാഗത്തിലെ കഥ പറയൽ മത്സരം ആദ്യമായിട്ടാണ് നമ്മുടെ നബിദിന പരിപാടികളിൽ നോൺ സ്റ്റേജ് മത്സരത്തിൽ വെക്കുന്നത്. അത് പെൺകുട്ടികളുടെ ആൺകുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം കലാമേളയുടെ ഭാഗമായി ചെറിയൊരു മത്സരം നടത്തിയിരുന്നു എന്നല്ലാതെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്താറുള്ള നോൺ സ്റ്റേജ് മത്സര ഇനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായാണ് കഥ പറയൽ മത്സരം, അതും പെൺകുട്ടികൾക്കായി നടത്തുന്നത്. അൽഹംദുലില്ലാഹ് ആദ്യമായി നടത്തുകയാണെങ്കിലും വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു എല്ലാ വിദ്യാർത്ഥികളുടെയും. വളരെ സന്തോഷം, എല്ലാ വിദ്യാർത്ഥിനികളും നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. നേരിട്ട് മത്സരത്തിന്റെ റിസൾട്ടിലേക്ക് കടക്കുന്നു. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെസ് നമ്പർ A22 നജ ഫാത്തിമ BN ക്ലാസ് 2. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെസ് നമ്പർ A21 A21 ഹന ഫാത്തിമ KM ക്ലാസ് 2. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെസ് നമ്പർ A15 A15 ഹിബ ഫാത്തിമ PB ക്ലാസ് 1. ഒരു മത്സരമായതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിവ കൊടുക്കേണ്ടത് അതിന്റെ ഒരു ബാധ്യത, അതിന്റെ ഒരു കടമയാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, മത്സരിച്ച എല്ലാ വിദ്യാർത്ഥിനികളുടെയും പാർട്ടിസിപ്പേഷൻ വളരെ നല്ലതായിരുന്നു. എല്ലാ വിദ്യാർത്ഥിനികൾക്കും അഭിനന്ദനങ്ങൾ ഒന്നുകൂടി അറിയിക്കുന്നു. ഈ വർഷത്തെ നോൺ സ്റ്റേജ് മത്സര ഇനങ്ങളുടെ ഫലപ്രഖ്യാപനം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥിനികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൂടാതെ വിന്നേഴ്സായ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിവ നേടിയ എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. या नबी या नबी या नबी या नबी या नबी या नबी या